അങ്ങനെ ഇന്ത്യൻ 2ൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സംഭവം നമ്മുടെ ശങ്കറിൻ്റെ പടങ്ങളുടെ ഒരു ക്വാളിറ്റി ആ ട്രെയിലറിന് ഇല്ല, അത് സത്യമാണ്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ആ പടത്തിനെ അങ്ങോട്ട് വിലയിരുത്താനും പറ്റില്ല. ശങ്കറാണ് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ഒരു മുതൽ തന്നെയായിരുന്നു മൂപ്പര്. കാരണം ഇറങ്ങിയ പടങ്ങൾ ചില്ലറ പടങ്ങളെന്നല്ല പുള്ളി ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ. ഇപ്പം ലാസ്റ്റ് 1-2 അങ്ങോട്ട് കൊളത്തിയില്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ രജനീകാന്തിനെ വെച്ചിട്ട് ഇറക്കിയ 2.0 ഒന്നും കൊളത്തിയില്ലാന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നൊക്കെ ഹിറ്റ് പടങ്ങൾ തന്നെ ശങ്കർ പിടിച്ചത്. ഇപ്പം രാജമൗലി ബ്രഹ്മാണ്ഡ ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ ആ രാജമൗലി വരെ ശങ്കറിൻ്റെ ഫാനാണ്. അപ്പോൾ നമുക്കൊന്നും, പിന്നെ ഉലകനായകനാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രെയിലർ കണ്ടിട്ടൊന്നും നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല. പടത്തിൻ്റെ ഉള്ളിൽ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പടം ഇറങ്ങണവരെ വെയിറ്റ് ചെയ്യാം. പക്ഷെ എന്തായാലും ഒന്നും ഉറപ്പിച്ച് പറയാം, ഈ ഒരു ട്രെയിലർ ഒരു ശങ്കറിൻ്റെ പടത്തിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ഒരു ഫീലില്ല. കാരണം കുറേ സ്പീഡായിട്ടൊക്കെ, എനിക്ക് പഴയ ഏതൊരു അജിത്തിൻ്റെയൊക്കെ പണ്ടൊരു പടം ഇറങ്ങി ഇതുപോലെ കുറേ സ്പീഡായിട്ട് അവിടെ നിന്നൊക്കെ കുറേ കാണിച്ചിട്ട് അതുപോലെയൊക്കെ തോന്നി. എന്തോ ഒരു പക്ഷെ അവസാനം വെച്ചിട്ട് കമലഹാസൻ വന്നിട്ട് ഒരു 3-4 ഡയലോഗൊക്കെ സംഭവം കൊള്ളാം. പിന്നെ അവസാനം വന്നിട്ടുള്ള ആ ടോം ആൻഡ് ജെറി കളിച്ചിട്ട് മിയാവ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതൊക്കെ കൊള്ളാം. പക്ഷേ പടം ഇറങ്ങി ക്ലിക്കായി കഴിഞ്ഞാൽ മിയാവൊക്കെ അടിപൊളിയാവും. പക്ഷേ പടം മൂഞ്ചിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ ട്രോള് കിട്ടും. അപ്പോൾ എന്ത് തന്നെയാലും പടം ഇറങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.